4 coins are tossed simultaneously. What is the probability of getting 2 heads? അപ്പം 4 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. അതിൽ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NCX P raised to X Q raised to N minus X. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സാക്റ്റ് പറഞ്ഞാണ് NCX P raised to X Q raised to N minus X. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ്. അപ്പം നമ്പർ ഓഫ് കോയിൻ ടോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ N ആക്കിയിട്ട് എടുക്കേണ്ടത്. 4 coins are tossed simultaneously. So N should be 4. Then P എന്ന് പറഞ്ഞാൽ probability of getting 2 heads. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രോബിലിറ്റി അല്ലെങ്കിൽ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗെറ്റിംഗ് എ ഹെഡ് ഇൻ എ സിംഗിൾ ട്രയലാണ്. ഓക്കെ, ഹെഡ് ഇൻ എ സിംഗിൾ ട്രയൽ, റൈറ്റ്. അപ്പോൾ അത് നമുക്കറിയാം എന്താണ് 1/2 ആണ്, വിച്ച് ഈസ് 1/2, റൈറ്റ്. സോ പ്രോബിലിറ്റി നമുക്ക് കിട്ടി 1/2. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ നോക്കുക, ഗെറ്റിംഗ് 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ആലോചിക്കേണ്ടത് സക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഹെഡ് കിട്ടുക എന്നുള്ളതാണ്. സോ സക്സസിൻ്റെ പ്രോബിലിറ്റിയാണ് P എന്ന് പറയുന്നത്, ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റിയാണ് Q എന്ന് പറയുന്നത്. പിയും ക്യൂവും കൂടി കൂട്ടിയാൽ 1 ആണ്. അപ്പം ഇവിടെ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി P ആയതുകൊണ്ട് Q കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആവാനുള്ള പ്രോബിലിറ്റി 1 മൈനസ് 1/2. സോ ആൻസർ എന്തായിരിക്കും 1/2. ശരിക്കും P 1 മൈനസ് P എന്നോ അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, നമുക്കറിയാം അണ്ടർസ്റ്റുഡ് ആണ് 1 മൈനസ് 1/2. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ റാൻഡം വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് നമ്പർ ഓഫ് ഹെഡ്സ് ടു ബി obtained. ഇതാണ് നമുക്ക് കാണാനുള്ളത്, ഇതിൻ്റെ പ്രോബിലിറ്റിയാണ് കിട്ടുന്നത്. സോ the value of x should be number of heads to be obtained. ഓക്കെ, 2 ആണ്. നമുക്ക് 2 ഹെഡല്ല കിട്ടുന്നത്. ഇതിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 കോയിൻസ് അറ്റ് എ ടൈമിൽ ടോസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം P ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ x ഈക്വൽ ടു 2, എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് എഴുതാം. അപ്പം NCX P raised to X Q raised to N minus X, റൈറ്റ്. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. N എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്, 4C2. ദെൻ P എന്ന് പറഞ്ഞാൽ 1/2 ഹോൾ റൈസ് ടു X എന്ന് പറഞ്ഞാൽ 2 ആണ്. Q അഗൈൻ 1/2 ആണ്. ദെൻ N മൈനസ് X എന്ന് പറയുമ്പോൾ N എത്രയാണ് 4 ആണ്. 4 മൈനസ് 2, എക്സിൻ്റെ വാല്യൂ 2 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇതിങ്ങനെ വരും 4C2 1/2 ഹോൾ റൈസ് ടു 2 ഇൻറ്റു അഗൈൻ 1/2 ഹോൾ റൈസ് ടു 2 വരും. ഓക്കെ, 4C2 ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. 4C2 എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചധികമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4C2 കോമ്പിനേഷൻ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി. അപ്പോൾ 4C2 ചെയ്യാനുള്ള ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് 2 ബാക്കിലോട്ട് എഴുതാം, അതായത് 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 3, റൈറ്റ്. അതുപോലെ 2 ഫാക്ടോറിയൽ, അത് 1 ഇൻറ്റു 2, ഇങ്ങനെയാണ് എഴുതേണ്ടത്. സോ ആൻസർ എന്തായിരിക്കും 2 വെട്ടിപ്പോയാൽ 2 and 4 പോയി കഴിഞ്ഞാൽ 2 into 3 6 കിട്ടും, റൈറ്റ്. അപ്പോൾ 6 ഇൻറ്റു 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4
4 ആണ്. 1/2 by 2/2 അല്ലേ, 1/2 ഹോൾ സ്ക്വയർ എന്നാണ്. അഗൈൻ 1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അഗൈൻ 1/4. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആൻസർ എന്ത് കിട്ടും? ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇത് 2 ആണ്, ഇത് 3 ആണ്, റൈറ്റ്. ആൻസർ എന്തായിരിക്കും? 3/8 ആയിരിക്കും. ഓക്കെ. ഇനി നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The probability that a batsman scores a century in a cricket match is 1/3. What is the probability that out of 5 matches he may score a century in exactly 2 matches in no match? എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത്. ഓക്കെ, again binomial distribution, following binomial distribution. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഫോർമുല എന്താണ്? NCX P⁻x Q⁻n - x എന്നുള്ളതാണ് അല്ലേ. സോ ഇവിടെ അഗൈൻ എന്നിൻ്റെ വാല്യൂ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് ആണ്. 5 മാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ n എന്ത് കൊടുക്കണം? 5. ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് അല്ലേ n എന്ന് പറഞ്ഞാൽ. അപ്പോൾ n ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് 5 ആക്കി എടുക്കുന്നു. 5. ഓക്കെ. ദെൻ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രോബിലിറ്റി ദാറ്റ് എ ബാറ്റ്സ്മാൻ സ്കോർ എ സെഞ്ചുറി ഇൻ ക്രിക്കറ്റ് മാച്ച് ഈസ് 1/3. അപ്പം പിയുടെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. പി ഈസ് 1/3. സോ അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - 1/3 അല്ലേ. 1 - 1/3. 1 - 1/3 എന്ന് പറഞ്ഞാൽ 3 - 1 2/3 2/3. റൈറ്റ്. പി ആൻഡ് ക്യൂ നമുക്ക് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് ഹി മേ സ്കോർ എ സെഞ്ചുറി? അപ്പം 5 മാച്ചിൽ സെഞ്ചുറി അടിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. 5 മാച്ചിൽ അതിൽ ഒന്നാമത് ക്വസ്റ്റ്യൻ 5 മാച്ചിൽ എക്സാക്ട്ലി 2 മാച്ചിൽ സെഞ്ചുറി അടിക്കാനുള്ള പ്രോബിലിറ്റി എത്ര? അതുപോലെ ഒറ്റ മാച്ചിലും സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്ര? അപ്പോൾ നമുക്ക് ആദ്യം എക്സിന് എന്ത് കൊടുക്കണം? ഹി മേ സ്കോർ സെഞ്ചുറി ഇൻ എക്സാക്ട്ലി 2 മാച്ചസ്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കണം. എക്സ് 5 മാച്ചസ് എക്സാക്ട്ലി 2 മാച്ച്. അപ്പോൾ എക്സിന് 2 കൊടുക്കും. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണുന്നത്. എക്സ് 2 ആകുമ്പോൾ പ്രോബിലിറ്റി എന്താണ് എന്നുള്ളതാണ് കാണേണ്ടത്. സോ അഗൈൻ നമ്മൾ കൊടുക്കുന്നു. NCX P⁻x Q⁻n - x ആണ്. അപ്പോൾ n 5 ആണ്. 5C2. ദെൻ P⁻x ദാറ്റ് ഈസ് 1/3 ഹോൾ റൈസ് ടു എക്സിൻ്റെ വാല്യൂ ആൻഡ് Q⁻x Q ഈസ് 2/3 ഹോൾ റൈസ് ടു n - x എന്ന് പറയുമ്പോൾ 5 - 2 റൈറ്റ്. n - x n 5 ആണ്. ദെൻ x 2 ആണ്. അപ്പം 5C2 എന്താ? 5C2 എന്ന് പറഞ്ഞാൽ 5 × 4 / 1 × 2. ഇത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 10 കിട്ടും അല്ലേ. 10. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് എഴുതണമെന്നില്ല. 10 × 1/3 ഹോൾ സ്ക്വയർ, അതായത് 1 സ്ക്വയർ / 3 സ്ക്വയർ, ദാറ്റ് ഈസ് 10 × 1/9 ഇൻറ്റു 2/3. 5 - 2 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. അപ്പോൾ 2/3 ഇങ്ങനെയല്ലേ കിട്ടുക? 2/3 ഹോൾ റൈസ് ടു 3 എന്ന് കിട്ടും അല്ലേ. അപ്പം 2/3 / 3/3. 2/3 എന്ന് പറയുമ്പോൾ ഇത് കിട്ടും. 2/3 എന്ന് പറഞ്ഞാൽ 2നെ 3 തവണ ഗുണിച്ചത്. അപ്പോൾ 2 × 2 × 2. അപ്പോൾ അതാണ് 8 / 3/3 എന്ന് പറഞ്ഞാൽ 3 × 3 × 3. ദാറ്റ് ഈസ് 3 × 3 9, 9 × 3 27. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. 80/243 ഫൈനൽ ആൻസർ എഴുതാം. ഇതിനെ വീണ്ടും ഡെസിമൽ ആക്കിയിട്ട് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്.
അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് he may score century in no match. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിന് എന്ത് കൊടുക്കണം? 0 കൊടുക്കും. എക്സിന് 0 കൊടുക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? NC(x) ആണ്. അപ്പോൾ 5C0 ഇൻറ്റു സെയിം 1/3 NC(x) P(x) ആണ്. അപ്പോൾ എക്സിന് 0 ആണ് കൊടുക്കുന്നത്, P(x) P 1/3 ആണ്. എക്സിന് 0 കൊടുത്തു, P(x) then 2/3 P(x) Q(n-x) Qൻ്റെ വാല്യൂ നമുക്കറിയാം 2/3 ആണ്. n-x n എത്രയാണ്? 5 ആണ്. 5 മൈനസ് 0 എന്താണ്? 5n. സോ 5C0 മീൻസ് 5C0 ഈസ് 1. ഏതൊരു കോമ്പിനേഷൻ്റെ വാല്യൂ താഴെ 0 വരികയാണെങ്കിൽ, ഇപ്പം 4C0 അല്ലെങ്കിൽ 5C0 2C0 ഒക്കെ വരികയാണെങ്കിൽ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5C0 1 ആണ്. 1 ഇൻറ്റു അഗൈൻ 1/3 ഹോൾ റേസ് ടു 0 എന്ന് പറഞ്ഞാലും എന്താണ്? 1 ആണ്. ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. 1/0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏതൊരു സംഖ്യയുടെയും പവർ 0 ആയാലും അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ 1/3 ഹോൾ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. ഇൻറ്റു 2/5 ഇതെങ്ങനെ എഴുതാം? 2/5/3/5. അപ്പോൾ 2/5 എന്ന് പറഞ്ഞാൽ എന്താ? 2നെ 5 തവണ മൾട്ടിപ്ലൈ ചെയ്ത്, 2നെ 5 തവണ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 × 2 2 × 4 4 × 8 8 × 16 17 2 32 അല്ലേ? അപ്പോൾ 32 3/5 എന്ന് പറഞ്ഞാലോ? 3/5 എന്ന് പറഞ്ഞാൽ 3നെ 5 തവണ 1 2 3 4 5 3 9 9 27 27 81 അല്ലേ? 27 × 3 81 81 × 3 243. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയും. റൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Eight unbiased coins were tossed simultaneously. Find the probability of getting exactly 4 heads, no heads at all. Then okay.